ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തതായിട്ട് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബജറ്റ് ലൈനിന് മുകളിലും ബജറ്റ് ലൈനിന് താഴെയുമുള്ള ബിന്ദുക്കളെ കുറിച്ചിട്ടാണ്. ബജറ്റ് ലൈനിലുള്ള ബിന്ദുക്കളെ എ ബി എന്ന പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. അത് രണ്ടും എന്താണ്? കാര്യക്ഷമമായ ബണ്ടിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു എക്സ് അക്ഷം വൈ അക്ഷം നമ്മൾ വരച്ചു. ഗുഡ് 1 എക്സിലും ഗുഡ് 2 വൈയിലും നമ്മൾ കൊടുക്കുന്നു. എന്നിട്ടൊരു ബജറ്റ് ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈൻ വരച്ചിരിക്കുന്നു. അതിലുള്ള ബിന്ദുക്കളൊക്കെ എന്താണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബണ്ടിലുകളാണ്. അതായത് തുല്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ ചെലവഴിക്കപ്പെടുന്ന ബണ്ടിലാണ് എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കാര്യക്ഷമമായ ബണ്ടിൽ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 20 രൂപയാണുള്ളതെങ്കിൽ 20 രൂപയ്ക്ക് തുല്യമായ ബണ്ടിൽ എന്നാണ് എഫിഷ്യൻറ്റ് ബണ്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താഴെയുള്ള ബണ്ടിൽ, ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് അതിൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചിരിക്കുന്നു. ആ ബണ്ടിൽ എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്ത ബണ്ടിലാണ്. അതിനെ നമുക്ക് ഇൻഫീരിയർ ബണ്ടിൽ എന്ന് വിളിക്കാം. അതായത് കാര്യക്ഷമത കുറവുള്ള ബണ്ടിൽ എന്ന് വിളിക്കാം. അതേസമയം ബജറ്റ് ലൈന് പുറത്തുള്ള 2 പോയിന്റുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിയും ഇയും ഒക്കെ നമ്മൾ കാണിക്കുന്നത്. അതായത് ആ ബണ്ടിലുകൾ സുപ്പീരിയർ ബണ്ടിൽസ് ആണ്. നമ്മുടെ കയ്യിലുള്ള പൈസയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ മേന്മയുള്ള ബണ്ടിൽ നമുക്ക് ലഭിച്ചു എന്ന് പറയാം. അപ്പോൾ അതാണ് ബജറ്റ് ലൈനിലും ബജറ്റ് ലൈനിന് താഴെയും മുകളിലുള്ള ബിന്ദുക്കൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രം നമുക്ക് വരയ്ക്കാം.